ഹേ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അതിനു മുമ്പ് ഓർഗാനിക് ഹെന്ന കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നൊന്ന് കണ്ടാലോ. എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. ആൾക്കൊരു ഒഫീഷ്യൽ പേജ് ഉണ്ട്, കെൻസ കോൺസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആളെ ഇൻസ്റ്റാ ത്രൂ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ചേർക്കുന്നത് ആർഗൻ ഓയിലാണ് കേട്ടോ. എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പോൾ അവൾ യൂസ് ചെയ്യുന്നത് ആർഗൻ ഓയിലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. ഇതിപ്പോൾ അവൾ 50 ഗ്രാം 100 ഗ്രാം വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഏകദേശം ഒരു 5-6 കോണൊക്കെ 50 ഗ്രാം വെച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത് അവൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓവർനൈറ്റ് റാപ്പ് ചെയ്ത് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തലേ ദിവസം നൈറ്റിൽ ക്ലീൻ റാപ്പൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മോർണിംഗ് എടുത്തിട്ടാണ് നമ്മളിത് കോണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്റ്റോക്കിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, പൈപ്പിംഗ് കവറിലോട്ട് വലിച്ചെടുക്കുകയാണ് കേട്ടോ അവൾ ചെയ്യുന്നത്. അപ്പം ദെൻ ഇനി നമ്മൾ കോൺ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു കോണ് വരുന്നത് 25 ഗ്രാംസ് ആണ് കേട്ടോ. പിന്നെ ഒരുപാട് കോൺസ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്ന പരിപാടി ആൾക്കില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ സീസൺ ടൈമിലൊക്കെയാണ് ഈ പെരുന്നാളിൻ്റെ സീസൺ, അങ്ങനെ വെഡ്ഡിങ് സീസണൊക്കെ ഇപ്പോൾ നമ്മളെ വെക്കേഷനൊക്കെ ആയാലും ഉണ്ടാവുമല്ലോ, ആ ടൈമിലൊക്കെയാണ് തോന്നുന്ന ആൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്യൽ. പിന്നെ ആളൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ മലപ്പുറം, തൃശ്ശൂർ, കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം സർവീസ് അവൈലബിൾ ആവും കേട്ടോ. അപ്പം ഹെന്ന കോൺസിനായാലും ഹെന്ന സർവീസിനായാലും ആളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളാൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണെന്ന്. അത് പറയാൻ കാരണം ഇത് ആളുടെ മോളാണ് കേട്ടോ. കെൻസ എന്നാണ് ആളുടെ പേര്. 7th ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ സദ്യ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം തന്നെ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൾ ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആൾ ഇന്ന ഐറ്റം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് കിട്ടിയത് പുളിയിഞ്ചി പായസം, അതേപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെ ആൾ കൂട്ടുകറി, അതേപോലെ തന്നെ ഓലന്, അത് ക്യാബേജ് തോരനൊക്കെ ആളുടെ ആകാം. പിന്നെ ഉമ്മ അവിയൽ, രസം, സാമ്പാർ അങ്ങനത്തെയൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ട് ഓളമ്മ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റസ്ക് പായസമാണ് കേട്ടോ. റസ്ക് വെച്ചിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് റെസിപ്പി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ഇത് ക്യാബേജ് തോരന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 സ്റ്റൗ ഉള്ളതുകൊണ്ട് തന്നെ ഒരറ്റത്ത് ഞാനും ഒരറ്റത്ത് അവളും. അങ്ങനെ ഇപ്പം ഞാൻ പായസത്തിൻ്റെ എന്താ പറയുക ഞാൻ ഈ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടാണ് പായസത്തിലോട്ട് ആഡ് ചെയ്യുന്നത്. കളറും കാര്യങ്ങളൊക്കെ പായസത്തിന് കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അങ്ങനെ എൻ്റെ റസ്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അവൾ കൂട്ടുകറിയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതും അവിടെ സെറ്റ് ആയിട്ടുണ്ട്. എന്ത് പായസമാണ് ഇജ്ജ് പറയും? എനിക്കറിയോ? ഇത് പറയും എന്ത് പായസ? മാമ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാ? സൂപ്പർ. പറഞ്ഞു അറിയിപ്പിക്കാന്ന് പറയോ? ടേസ്റ്റ് ഉണ്ടാ? റസ്ക് പായസം. അതെ, നിങ്ങൾ പറയും. ചേന നല്ല പണിയാണെന്ന് പറയും. പണിയില്ല. അങ്ങനെ അവിയലും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓരോ ഐറ്റംസും ടേസ്റ്റ് നോക്കുന്ന ടൈമിൽ രസത്തിൽ കായത്തിൻ്റെ ഫ്ലേവർ ഇല്ല. അപ്പോൾ ഞങ്ങൾ കായത്തിൻ്റെ പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനുണ്ട് കഷ്ണം തേച്ചു. ലാസ്റ്റ് ചോറ് നമുക്ക് ചിക്കൻ പറയും.
എന്താ പാളറി വെച്ചില്ലേ പാള വെച്ചാലില്ല ഇത് ചേർന്ന് കുഞ്ഞാവൂലേ ഇല്ല ഇല്ല. അങ്ങനെ ഉമ്മ ഇല വെട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനവിടെ ഫുള്ളൊന്ന് ക്യാപ്ചർ ചെയ്തിട്ടാ. നല്ല ഭംഗിയുണ്ട് ആ തോട്ടം കാണാൻ വേണ്ടിയിട്ട്. കുറേ വായയും അതേപോലെ തന്നെ ജാതിക്ക, മുളക്, വേപ്പില, സപ്പോട്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ആ സമയത്ത് എൻ്റെ കണ്ണിൽ എന്തൊക്കെയാണോ കണ്ടത് അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക ഈ കൃഷി കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ, കണ്ണിന് നല്ലൊരു സുഖമാണ്. അങ്ങനെ നമ്മൾ സദ്യാവട്ടങ്ങളൊക്കെ വിളമ്പാനൊക്കെ തുടങ്ങി. ആദ്യത്തെ റൗണ്ട് കിഡ്സിനാണ് കേട്ടോ. അപ്പം അതിൽ ഓരോ ഐറ്റംസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടുകറി ഉണ്ട്, അതേപോലെ തന്നെ തോരൻ, ക്യാബേജ് തോരന്, ഓലന്, അവിയൽ, ചിക്കന്, പിന്നെ ഞാൻ എന്താ പുളിയിഞ്ചി, സാമ്പാർ, രസം, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേന് തന്നെ എൻ്റെ ഓട്ടോ റിക്ഷ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് വേറൊരു കല്യാണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഒരു ബൈറ്റ് കേക്കും വാങ്ങിയിട്ട് ഗിഫ്റ്റും കൊടുത്തിട്ട് ഞാൻ വേഗം സ്ഥലം വിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത് ആളുടെ ഉമ്മ എനിക്ക് ഷെയർ ചെയ്ത് തന്ന വീഡിയോ ആണ്. അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ഫ്രം ജേണൽ ബൈ ഷിഫാന.